ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. സർ, സാമൂഹ്യനീതിയും സമഭാവനയും പുലരുന്ന വികസിത നവകേരളം എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതിനായി സമൂഹത്തിൽ അരികുവൽകൃത വിഭാഗങ്ങളായിട്ടുള്ള വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ തുടങ്ങി ജീവിതത്തിൽ ഒട്ടേറെ സങ്കടങ്ങളും നിവൃത്തികേടുകളും ഏറ്റുവാങ്ങുന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ ഈ വികസിത മുതലാളിത്തത്തിൻ്റെ യുഗത്തിൽ ഉപയോഗിക്കൂ, വലിച്ചെറിയൂ, യൂസ് ആൻഡ് ത്രോ എന്ന് ആഹ്വാനം ചെയ്യുന്ന ഡിസ്പോസിബിൾ സംസ്കാരത്തിൻ്റെ കാലത്ത് മനുഷ്യരും ആ നിലയിൽ ഉപയോഗിച്ച് വലിച്ചെറിയപ്പെടുകയാണ്. നമ്മുടെ വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിന് ഒട്ടേറെ വൈവിധ്യപൂർണമായ പദ്ധതികളാണ് സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കി വരുന്നത്. സർക്കാരിൻ്റെ തന്നെ ആഭിമുഖ്യത്തിലുള്ള സംരക്ഷണ ഹോമുകൾ മികച്ച പരിപാലനമാണ് വയോജനങ്ങൾക്ക് നൽകുന്നത്. OCBയുടെ കീഴിലുള്ള സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് കൃത്യമായി ഗ്രാന്റ് നൽകി വരുന്നുണ്ട്. അതുപോലെ വയോജനങ്ങൾക്ക് എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ 2007 MWPSC ആക്ട് അനുസരിച്ച് അതിൻ്റെ എല്ലാ പ്രൊവിഷൻസും നടപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ 27 റവന്യൂ ഡിവിഷനുകളിലും മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവയ്ക്ക് വേണ്ട എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടും സാമൂഹ്യനീതി വകുപ്പാണ് നൽകുന്നത്. അതിക്രമങ്ങൾ നേരിടുമ്പോൾ പരാതിപ്പെടാൻ മാത്രമല്ല, മക്കളും പേരക്കുട്ടികളും ജീവനാംശം കൊടുക്കുന്നതിൽ വിമുഖരായി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ ശ്ലാഘനീയമായിട്ടുള്ള ഇടപെടലുകളാണ് നടത്തിവരുന്നത്. എൽഡർ ലൈൻ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം രാത്രി 8 മണി വരെ സജീവമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനിലൂടെ വയോജനങ്ങളുടെ ആവലാതികൾ കേൾക്കുകയും പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സാമൂഹികമായും സാമ്പത്തികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഒരുക്കുന്നതിനു വേണ്ടി വയോരക്ഷ എന്ന പദ്ധതി നല്ല നിലയിൽ നടപ്പാക്കുന്നുണ്ട്. അടിയന്തരമായ വൈദ്യസഹായം, ഭക്ഷണം, വസ്ത്രം, പുനരധിവാസം, കെയർ ഗിവർമാരുടെ സേവനം ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നൽകാൻ കഴിയുന്നുണ്ട്. സായംപ്രഭ ഹോമുകൾ എന്ന പേരിൽ പകൽ പരിപാലന കേന്ദ്രങ്ങൾ, പകൽ വീടുകൾ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി അപ്ഗ്രേഡ് ചെയ്ത് നടപ്പാക്കി വരുന്നുണ്ട്. വയോജനങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന വയോപോഷണം പദ്ധതി നടപ്പാക്കുന്നുണ്ട്. എല്ലാ നഗരസഭകളിലും തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തുകളിലും വയോമിത്രം പദ്ധതിയിലൂടെ മെഡിക്കൽ അസിസ്റ്റൻസ്, ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും സേവനം, മരുന്നുകൾ, പാലിയേറ്റീവ് കെയർ സർവീസ്, മെഡിക്കൽ ക്യാമ്പുകൾ, വിനോദയാത്രകൾ എല്ലാം വയോജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നുണ്ട്. വൃദ്ധജനങ്ങൾക്കായിട്ടുള്ള ഹോമുകളിലെ അന്തേവാസികൾക്ക് ആയുർവേദ രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കുന്ന വയോ അമൃതം പദ്ധതി നടപ്പാക്കുന്നുണ്ട്. വയോജന ഹോമുകളെ ആധുനിക രീതിയിൽ പരിഷ്കരിച്ചുകൊണ്ട് സെക്കൻഡ് ഇന്നിങ്സ് ഹോം പദ്ധതി നടപ്പാക്കുന്നുണ്ട്. BPL വിഭാഗത്തിലുള്ള വയോജനങ്ങൾക്ക് പ്രമേഹ രോഗികൾ ആകുന്ന സന്ദർഭത്തിൽ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന വയോമധുരം പദ്ധതി നടപ്പാക്കുന്നു. കൃത്രിമ ദന്തനിര വച്ചു കൊടുക്കുന്ന മന്ദഹാസം പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഈ വർഷം നടപ്പാക്കുന്ന പുതിയ പദ്ധതിയാണ് ഡിമെൻഷ്യ, അൽഷിമേഴ്സ് തുടങ്ങി മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേധാക്ഷയം, സ്മൃതിനാശം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന അവസ്ഥ നേരിടുമ്പോൾ അതിന് മെമ്മറി ക്ലിനിക്കുകൾ, മെമ്മറി സ്കാനിംഗ് നടത്തി മരുന്നുകളും മറ്റ് മെഡിക്കൽ അസിസ്റ്റൻസും എല്ലാം ഉറപ്പാക്കുന്ന ഓർമ്മത്തോണി എന്ന പദ്ധതി, പുതിയ പദ്ധതി നടപ്പാക്കാൻ ആരംഭിക്കുകയാണ്. അതുപോലെ വയോജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചുള്ള സമഗ്രമായ അറിവ് ലഭ്യമാക്കുന്നതിന് വയോജന സർവേ ഈ വർഷം നടപ്പാക്കുകയാണ്. മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ 27 റവന്യൂ ഡിവിഷനുകളിൽ ഉണ്ടെങ്കിൽ പോലും വയോജനങ്ങൾക്ക് എതിരായിട്ടുള്ള അതിക്രമങ്ങളും മറ്റും പെരുകി വരുന്ന സാഹചര്യത്തിൽ വയോജന കമ്മീഷൻ ഇവിടെ ഉണ്ടാകണം എന്ന് കണ്ടുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വയോജനങ്ങൾ
അവരുടെ ജീവിത പരിചയവും അനുഭവ സമ്പത്തും സമൂഹത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത്തരം വയോജനങ്ങളുടെ എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു റിപ്പോസിറ്ററി എന്ന നിലയിൽ വയോജന വെബ് പോർട്ടൽ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ സാമ്പത്തികമായി ശേഷിയുണ്ടെങ്കിലും വാർദ്ധക്യത്തിൽ ഉപേക്ഷിക്കപ്പെടുകയും ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന വയോജനങ്ങളുടെ എണ്ണം പെരുകി വരികയാണ്. ഈ പശ്ചാത്തലത്തിൽ പെയ്ഡ് ഓൾഡ് ഏജ് ഹോമുകളും ആരംഭിക്കുകയാണ്. കെയർ ഗീവർമാർ, ഹോം നേഴ്സുകളാണ് ഇന്ന് മിക്കവാറും വീടുകളിൽ വയോജനങ്ങളെ പരിപാലിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കെയർ ഗീവർമാരുടെ സേവനം സംബന്ധിച്ച സമഗ്ര നിയമനിർമ്മാണം നടന്നു വരികയാണ്. വയോജന നയം സമഗ്രമായി പരിഷ്കരിക്കാനും ഈ രംഗത്ത് സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഭിന്നശേഷി മേഖലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ ഒരു മാതൃകാ ഭിന്നശേഷി സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഈ വിഭാഗങ്ങളുടെ സമ്പൂർണ്ണ പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒട്ടനവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബാരിയർ ഫ്രീ കേരള പദ്ധതി. നമ്മുടെ പൊതു ഇടങ്ങൾ, കലാലയങ്ങൾ, വിദ്യാലയങ്ങൾ, ഓഫീസുകൾ, കളക്ട്രേറ്റുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓഫീസുകളും ഉൾപ്പെടെയുള്ള കാര്യാലയങ്ങൾ ബാരിയർ ഫ്രീ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. മൊബിലിറ്റി മിഷൻ കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് സെറിബ്രൽ പാൾസി ഉൾപ്പെടെ ബുദ്ധിപരവും ശാരീരികവുമായ പരിമിതികളുള്ള കുട്ടികൾക്ക് കറക്റ്റീവ് സർജറിയും മെഡിക്കൽ പരിചരണവും രക്ഷിതാക്കൾക്ക് പരിശീലനവും സഹായ ഉപകരണങ്ങളുമെല്ലാം നൽകുന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. CDMRP കമ്മ്യൂണിറ്റി ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ഉത്തര കേരളത്തിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. കോഴിക്കോട് സർവകലാശാലയുടെ സൈക്കോളജി വിഭാഗമാണ് അതിനു വേണ്ടുന്ന പിന്തുണ നൽകുന്നത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ, സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ്സ് ഓൺ ഡിസബിലിറ്റീസ് എന്നീ ഏജൻസികളും ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് അനുയാത്ര പദ്ധതി. ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ വ്യതിയാനങ്ങൾ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ആദ്യ ദശയിൽ തന്നെ ഇടപെടാൻ സാധ്യതയുള്ള ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകൾ 5 ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാതലത്തിലും ഇത്തരം ഇൻ്റർവെൻഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മൊബൈൽ ഇൻ്റർവെൻഷൻസ് യൂണിറ്റ്സ് പ്രവർത്തിക്കുന്നുണ്ട്. നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയ്ക്കുള്ള ബെറ ടെസ്റ്റ് അടക്കം SIDയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നുണ്ട്. ഭിന്നശേഷി കുഞ്ഞുങ്ങളെ സമൂഹവുമായി ബന്ധപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും അവരുടെ ഭിന്നശേഷിത്വം പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുന്നതിനുമായിട്ട് സ്പെഷ്യൽ അംഗനവാടികൾ KSSMൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓട്ടിസം സെൻ്ററുകൾ തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, മഞ്ചേരി മെഡിക്കൽ കോളേജുകളിലും ഇംഹാൻസിലും ആരംഭിച്ചിട്ടുണ്ട്. ഓട്ടിസം സ്ക്രീനിങ്, വിവിധ തെറാപ്പികൾ, പരിശീലനങ്ങൾ, കൗൺസിലിംഗ്, വൈദ്യസേവനങ്ങൾ എന്നിവ ഈ സെൻ്ററുകളിൽ ലഭ്യമാണ്. കാർഷിക സർവകലാശാലയുടെ സഹായത്തോടുകൂടി ഹോർട്ടിക്കൾച്ചർ തെറാപ്പി പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെമ്പാടും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് അത് ഉണ്ടാകണമെന്നാണ് കണ്ടിട്ടുള്ളത്. പാരൻ്റ് എംപവർമെൻറ്റ് പ്രോഗ്രാം, രക്ഷിതാക്കൾക്കുള്ള പരിശീലനം പദ്ധതിയുണ്ട്. ടാലൻറ്റ് സെർച്ച് ഫോർ യൂത്ത് വിത്ത് ഡിസബിലിറ്റീസ്, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ കലാപരവും സർഗാത്മകവുമായിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ്. കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷനിലൂടെയും ഒരുപാട് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഹൈടെക് ലിംബ്, ഇലക്ട്രോണിക് വീൽചെയർ, മോട്ടോറൈസ്ഡ് മുച്ചക്ര വാഹനങ്ങളെല്ലാം നടപ്പാക്കുന്ന ശുഭയാത്ര പദ്ധതി, വോയിസ് എൻഹാൻസ് സ്മാർട്ട് ഫോൺ വിതരണം ചെയ്യുന്ന കാഴ്ച പദ്ധതി, ഹിയറിംഗ് എയ്ഡുകൾ നൽകുന്ന പദ്ധതി, മെറി ഹോം എന്ന പേരിൽ ഭിന്നശേഷിക്കാർക്ക് വീട് വയ്ക്കുന്നതിന് ലോൺ അനുവദിക്കുന്ന പദ്ധതി, 20,000 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടുകൊണ്ട് തീവ്ര ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നൽകുന്ന ഹസ്തദാനം പദ്ധതി തുടങ്ങിയവ നല്ല നിലയിലാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നിർവഹിക്കുന്നത്. കേരളത്തിൽ സ്വയം സഹായ സംഘങ്ങളുടെ, ഭിന്നശേഷിക്കാരുടെ സവിശേഷ സ്വയം സഹായ സംഘങ്ങളുടെ നെറ്റ്വർക്ക് രൂപീകരിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വർഷം അത് നടപ്പിലാക്കും. കുടുംബശ്രീ മാതൃകയിലുള്ള
അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനും മറ്റുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാനും സ്വയം തൊഴിൽ സൗകര്യങ്ങൾ, അതായത് വരുമാനദായകമായ സംരംഭങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാനും കഴിയുന്ന വിധത്തിലാണ് സ്വയം സഹായ സംഘങ്ങളുടെ നെറ്റ്വർക്ക് രൂപീകരിക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ സെന്റർ ഓഫ് എക്സലൻസ് ആയി വളരുന്ന 2 സ്ഥാപനങ്ങളാണ് നിഷും നിപ്മറും. നിരവധി പദ്ധതികൾ അവർ നടപ്പാക്കുന്നുണ്ട്. നിപ്മറിൽ ഫിസിയോതെറാപ്പി, അക്വാട്ടിക് തെറാപ്പി, ന്യൂറോ ഫിസിയോതെറാപ്പി, ഓർത്തോ ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി തുടങ്ങിയ എല്ലാവിധ തെറാപ്പി സൗകര്യങ്ങളും ലഭ്യമാണ്. സെൻസറി ഗാർഡൻ, സെൻസറി പാർക്ക്, വെർച്വൽ റീഹാബിലിറ്റേഷൻ യൂണിറ്റ്, എർഗോ ലാബ്, സെൻസറി ഇൻ്റഗ്രേഷൻ, ചൈൽഡ് സൈക്യാട്രി, പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് സേവനങ്ങൾ, ബിഹേവിയറൽ സൈക്കോ തെറാപ്പി തുടങ്ങിയ സൗകര്യങ്ങൾ അവിടെ ലഭ്യമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി MLA ആവശ്യപ്പെട്ട സെൻസറി പാർക്ക് നിപ്മറിൻ്റെ സാങ്കേതിക സഹായത്തോടെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് എന്ന് കൂടി അറിയിക്കുകയാണ്. അക്കാദമിക് പ്രോഗ്രാമുകൾ എന്ന നിലയിൽ ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി, DEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ കോഴ്സുകൾ അവിടെയുണ്ട്. സെറിബ്രൽ പാൾസി, ഓട്ടിസം, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നിവയ്ക്ക് വെവ്വേറെ സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. റീജിയണൽ ഓട്ടിസം റീഹാബിലിറ്റേഷൻ സെൻറ്റർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സെറിബ്രൽ പാൾസി റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സ്പൈനൽ കോഡ് ഇഞ്ചുറി റീഹാബിലിറ്റേഷൻ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ വാഹനങ്ങളിൽ തെറാപ്പി സൗകര്യങ്ങൾ സജ്ജീകരിച്ച് വാതിൽപ്പടി സേവനം നൽകുന്ന റീഹാബ് എക്സ്പ്രസ്, റീഹാബ് ഓൺ വീൽസ് എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. സിമുലേഷൻ സൂപ്പർ മാർക്കറ്റും കുട്ടികളുടെ കലാവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്ന ആർട്ടബിലിറ്റി സെൻറ്ററും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് നിപ്മർ രാജ്യത്തെമ്പാടും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ വർഷം 8 കോടിയും അടുത്ത വർഷം 10 കോടിയും തൊട്ടടുത്ത വർഷം 12 കോടിയുമാണ് ആ സ്ഥാപനത്തിന് നൽകിയിട്ടുള്ളത്. നിഷിൻ്റെ പ്രവർത്തനങ്ങളും ശ്ലാഘനീയമാണ്. ഓഡിയോളജിക്കൽ സർവീസ്, പീഡിയാട്രിക് ഓറൽ റീഹാബിലിറ്റേഷൻ യൂണിറ്റ്, അഡൽട്ട് ഓറൽ റീഹാബിലിറ്റേഷൻ യൂണിറ്റ്, കോക്ലിയർ ഇംപ്ലാന്റ് യൂണിറ്റ്, സ്പീച്ച് ലാംഗ്വേജ് അസസ്മെൻറ്റ് തുടങ്ങി കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മികവ് കേന്ദ്രമായിട്ടാണ് അത് വളരുന്നത്. സോഷ്യൽ ജസ്റ്റിസ് ഡയറക്ടറേറ്റ് മുഖാന്തരം ഒരുപാട് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. സ്നേഹയാനം എന്ന പദ്ധതി ഭിന്നശേഷിക്കാരുടെ അമ്മമാർക്ക് സൗജന്യമായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ്. അതുപോലെ സർക്കാർ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളിൽ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് 4% സംവരണം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് 1263 തസ്തികകൾ അനുയോജ്യമായി കണ്ടെത്തി ഉത്തരവുകൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രമോഷനിലും സംവരണം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഉത്തരവും മാർഗനിർദ്ദേശവും പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകളുടെ പുനരധിവാസത്തിനായിട്ട് കൊല്ലം ജില്ലയിൽ പ്രിയ ഹോം എന്ന സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ പ്രതീക്ഷാ ഭവൻ മാതൃകാ സ്ഥാപനമായി ഉയർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കലാകായിക മേഖലകളിൽ അഭിരുചിയും പ്രാവീണ്യവുമുള്ള ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ശ്രേഷ്ഠം എന്ന പുതിയ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് പരിശീലനത്തിനാവശ്യമായ തുക അവർക്ക് ലഭിക്കുന്നതാണ്. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായിട്ട് തിരുവനന്തപുരം മ്യൂസിയം കോമ്പൗണ്ടിലും ഒരു ഭിന്നശേഷി സൗഹൃദ പാർക്ക് സജ്ജമാക്കിയിട്ടുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ വ്യക്തികളുടെ നൈപുണ്യ വികസനത്തിനു വേണ്ടി പ്രചോദനം പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ ജില്ലയിലും 2 വീതം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ധനസഹായം ലഭ്യമാകും. അതുപോലെ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസത്തിന് സംയോജിത പുനരധിവാസ ഗ്രാമങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് ആവശ്യമുള്ള എല്ലാ സേവനങ്ങളും പിന്തുണാ സംവിധാനങ്ങളും ലഭ്യമാകുന്ന വിധത്തിലാണ് സംയോജിത പുനരധിവാസ ഗ്രാമം സ്ഥാപിക്കുന്നത്. 3 ഇടങ്ങളിൽ ഇതിന് അനുയോജ്യമായ സ്ഥലം സാമൂഹ്യനീതി വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം ജില്ലയിലെ കുറുമ്പ്രത്തൂർ എന്നീയിടങ്ങളിലാണ് ആവശ്യമായിട്ടുള്ള ഭൂമി വകുപ്പിന് ലഭ്യമായിട്ടുള്ളത്. രാവിലെ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ ജയരാജ് ചൂണ്ടിക്കാണിച്ച കാഞ്ഞിരപ്പള്ളി മണിമലയിലെ 2.8 ഏക്കർ റവന്യൂ പുറമ്പോക്ക് ഭൂമി
അനുയോജ്യമായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും സാമൂഹ്യനീതി വകുപ്പിന് ഭൂമി കൈമാറ്റം ചെയ്ത് കിട്ടിയിട്ടില്ല. അതിനുള്ള അപേക്ഷ നിശ്ചിത പ്രൊഫോമയിൽ റവന്യൂ വകുപ്പിന് നൽകിയിരിക്കുകയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ആവശ്യം പ്രമാണിച്ച് സഹജീവനം സ്നേഹഗ്രാമം എന്ന പുനരധിവാസ ഗ്രാമത്തിൻ്റെ ആദ്യഘട്ട പ്രവർത്തനം പൂർണ്ണമായും സജ്ജമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജി, കൺസൾട്ടിംഗ് ആൻഡ് ഹൈഡ്രോതെറാപ്പി സേവനങ്ങളാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ലഭ്യമാക്കുന്നത്. ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന വിദ്യാകിരണം പദ്ധതി മുഖാന്തരം 2,25,50,375 രൂപ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നൽകിയിട്ടുണ്ട്. 15,021 ഗുണഭോക്താക്കൾക്ക് ആകെ 7,55,53,525 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും വാങ്ങുന്നതിനുള്ള ധനസഹായം നൽകുന്ന വിദ്യാജ്യോതി പദ്ധതി മുഖാന്തരം 598 ഗുണഭോക്താക്കൾക്ക് 11,05,842 രൂപ ലഭ്യമാക്കിയിട്ടുണ്ട്. 1,118 ഗുണഭോക്താക്കൾക്ക് 24,30,527 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. വിജയാമൃതം എന്ന പദ്ധതി മുഖാന്തരം ഉന്നത വിജയം നേടുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് ധനസഹായം നൽകിയിട്ടുണ്ട്. നിരവധി സഹായ പദ്ധതികളുണ്ട്. എല്ലാത്തിൻ്റെയും വിശദാംശങ്ങൾ ഞാനിവിടെ പറയുന്നില്ല. അട്ടപ്പാടി ബ്ലോക്കിൽ മാനസിക രോഗ പ്രശ്നമുള്ളവർക്ക് വേണ്ടി പുനർജനി പദ്ധതി മുഖാന്തരം സഹായം നൽകിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സഹായിക്കുന്ന NSS യൂണിറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സഹചാരി പദ്ധതിക്കും പണം നീക്കിവെക്കേണ്ടതുണ്ട്. അന്യസംസ്ഥാനക്കാരായിട്ടുള്ള താമസക്കാരെ, മാനസിക രോഗവിമുക്തരായവരെ സ്വന്തം സംസ്ഥാനത്തെത്തിക്കുന്ന പ്രത്യാശ പദ്ധതിയും നടപ്പാക്കി വരുന്നുണ്ട്. ഭിന്നശേഷിക്കാരായ മാതാവിന് പ്രസവാനന്തരം നൽകുന്ന മാതൃജ്യോതി പദ്ധതി 73 ഗുണഭോക്താക്കൾക്ക് അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഉന്നയിക്കപ്പെട്ട ആശ്വാസകിരണവുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ മറുപടി പറയേണ്ടതുണ്ട് എന്ന് കരുതുന്നു. തീവ്ര ഭിന്നശേഷി വിഭാഗക്കാരും ശയ്യാവലംബികളുമായ ആളുകളെ പരിചരിക്കുന്നതിനു വേണ്ടി 600 രൂപ പ്രതിമാസം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. പദ്ധതി ആരംഭിക്കുമ്പോൾ തീവ്ര ഭിന്നശേഷിയുള്ളവർ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് വയോജനങ്ങൾ കൂടി ഉൾപ്പെടാൻ ആരംഭിച്ചപ്പോൾ അസാമാന്യമായ രീതിയിൽ അപേക്ഷകർ പെരുകി വരുന്ന ഒരു സാധ്യതയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഗവൺമെന്റിന്റെ കാലത്ത് 3 സാമ്പത്തിക വർഷത്തിൽ, അതായത് ആകെ 36 മാസം, അതിനിടയിൽ 32 മാസത്തെ ആശ്വാസകിരണം പദ്ധതി കൃത്യമായിട്ട് അർഹരായ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മെമ്പർമാരെ ഞാൻ അറിയിക്കുകയാണ്. ഈ ഇനത്തിൽ കഴിഞ്ഞ 3 വർഷങ്ങളായി 80 കോടി രൂപയാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയാണ് സ്നേഹപൂർവം പദ്ധതിയുടെ കാര്യത്തിലും പറയാനുള്ളത്. സ്നേഹപൂർവം പദ്ധതി മാതാപിതാക്കളില്ലാതെ അനാഥരായി പോയ വിദ്യാർത്ഥികളുടെ പഠന സഹായത്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ്. ഈ പദ്ധതിക്ക് ആകെ 30 മാസം, 3 അധ്യയന വർഷത്തിലെ അധ്യയന മാസങ്ങൾ 30 മാസമാണ്. ആ 30 മാസത്തെ സ്നേഹപൂർവം പദ്ധതി തുകയും 3 വർഷവും ഈ ഗുണഭോക്താക്കൾക്ക് കൃത്യമായി വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ഇനത്തിൽ ആകെ നൽകിയിട്ടുള്ളത് 73 കോടി രൂപയാണ്. ഇനി ട്രാൻസ്ജെൻഡർ മേഖലയിൽ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് മഴവില്ല് എന്ന സമഗ്ര പദ്ധതി നടപ്പാക്കുന്നുണ്ട്. സമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടു പോകുന്ന ഈ വിഭാഗത്തിനെ പഠനത്തിലൂടെയും തൊഴിലിലൂടെയും എല്ലാം ശാക്തീകരിക്കുന്നതിനു വേണ്ടിയുള്ളതാണ് മഴവില്ല് എന്ന സമഗ്ര പദ്ധതി. വിദൂര വിദ്യാഭ്യാസത്തിലൂടെ ഡിഗ്രി PG കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 24,000 രൂപ വരെ ഒരു വർഷം ധനസഹായമായി അനുവദിക്കുന്ന വർണ്ണം പദ്ധതി ഇതിൻ്റെ ഭാഗമാണ്. ഈ വ്യക്തികൾക്ക് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നതിനുള്ള പരിശീലനത്തിന് സാമ്പത്തിക സഹായം അനുവദിക്കുന്ന യത്നം പദ്ധതി നടപ്പാക്കുന്നുണ്ട്. തൊഴിൽ പരിശീലനം നൽകി സ്വയം പ്രാപ്തരാക്കി ജീവിക്കുന്നതിന് സന്ദർഭമൊരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സാകല്യം പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി കരുതൽ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വരുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിന് സമന്വയ പദ്ധതി സാക്ഷരതാ മിഷൻ മുഖാന്തരം നടപ്പാക്കുന്നുണ്ട്.
ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രവണത, വിഷാദം, അമിത ഉത്കണ്ഠ എന്നിവ പരിഹരിക്കുന്നതിനു വേണ്ടി പിയർ കൗൺസിലർമാരായി നിശ്ചയിച്ച് പിയർ സപ്പോർട്ട് ഗ്രൂപ്പ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ വ്യക്തികളുടെ കലാഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിന് വർണ്ണപ്പകിട്ട് എന്ന പേരിൽ ട്രാൻസ്ജെൻഡർ കലോത്സവം നല്ല നിലയിൽ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സാമൂഹിക പുനരധിവാസത്തിനും പുരോഗതിക്കുമെല്ലാം ഉതകുന്ന വിധത്തിൽ ബോധവൽക്കരണ പരിപാടിയും നിയമവിദഗ്ധർ, ഡോക്ടർമാർ, ജെൻഡർ വിഷയ വിദഗ്ധർ, ട്രാൻസ്ജെൻഡർ പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് റിസോഴ്സ് പൂൾ രൂപീകരിച്ചിട്ടുണ്ട്. വനിതാ വികസന കോർപ്പറേഷൻ മുഖാന്തരം സ്വയം തൊഴിൽ വായ്പാ പദ്ധതി 3 ലക്ഷം രൂപ വരെ ലഭ്യമാക്കുന്നുണ്ട്. സമൂഹത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഈ വ്യക്തികൾ നേരിടുന്ന അതിക്രമങ്ങൾ, അതുപോലെ അവർക്ക് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ, അതുപോലെ ലിംഗമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട പരാതികൾ, ഇതെല്ലാം തീർപ്പാക്കുന്നതിന് ക്രൈസിസ് ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യം 24 ഗുണഭോക്താക്കൾക്കായി 6 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിന് 5 ലക്ഷത്തിൽ പരം തുക നൽകിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, അതുപോലെ അവർക്ക് ഡിഗ്രി, ഡിപ്ലോമ തലത്തിൽ ധനസഹായം നൽകുന്ന സഫലം പദ്ധതി, മിശ്ര വിവാഹിതർക്കുള്ള ധനസഹായ പദ്ധതി ട്രാൻസ്ജെൻഡർ ദമ്പതികൾക്കായിട്ട് 6 ഗുണഭോക്താക്കൾക്കായിട്ട് അത് നൽകിയിട്ടുണ്ട്. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള ധനസഹായം സമ്പൂർണമായ നിലയിൽ കൊടുക്കുന്നുണ്ട്. 229 ഗുണഭോക്താക്കൾക്കായി 1,24,96,256 രൂപ നൽകിയിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 674 ഗുണഭോക്താക്കൾക്കായി 4,66,87,347 രൂപ ഇവരുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്കായിട്ട് നൽകിയിട്ടുണ്ട്. പുതിയതായി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ കലാപരമായി മികവ് പുലർത്തുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലും മറ്റും പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഉപജീവനമാർഗം കണ്ടെത്തുന്നതിന് സഹായകരമായ വിധത്തിൽ ഒരു കലാസംഘം രൂപീകരിക്കുന്നതിനുള്ള പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നതിനുള്ള സ്കോളർഷിപ്പ് പദ്ധതി, ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വർഷം അതെല്ലാം നടപ്പാക്കും. അതുപോലെ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ നിരവധി ട്രാൻസ്ജെൻഡർ വ്യക്തികൾ പരിശീലനം നേടുകയും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്കും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. പ്രൊബേഷൻ ആൻഡ് ആഫ്റ്റർ കെയർ മേഖലയിലും സാമൂഹ്യനീതി വകുപ്പ് ഇടപെടുന്നുണ്ട്. ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. അവരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം, സ്വയം തൊഴിൽ പദ്ധതികൾ, തൊഴിൽ പരിശീലന പദ്ധതികൾ, കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള സ്ഥാപനേതര സംവിധാനത്തിന് നൽകുന്ന സാമ്പത്തിക സഹായം, നേർവഴി പദ്ധതി 49,36,440 രൂപ ഇതുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചിട്ടുണ്ട്. തടവുകാരുടെ ആശ്രിതർക്കുള്ള സ്വയം തൊഴിൽ ധനസഹായം, അതിക്രമത്തിനിരയായവരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം, അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ മുൻ തടവുകാർ, പ്രൊബേഷണർമാർ, തടവുകാരുടെ ആശ്രിതർ, അതിക്രമത്തിനിരയായവർ എന്നിവർക്കായിട്ട് സാമൂഹ്യനീതി വകുപ്പ് മുഖാന്തരം നടപ്പാക്കുന്നുണ്ട്. ഈ സാമ്പത്തിക വർഷം പുതുതായി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ചില പദ്ധതികളെ കുറിച്ചുകൂടി ചുരുക്കം വാക്കുകളിൽ സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാമൂഹ്യനീതി ഭവൻ തലസ്ഥാന നഗരത്തിൽ എത്തിച്ചേരുന്ന ഭിന്നശേഷി വ്യക്തികളടക്കം സാമൂഹ്യനീതി വകുപ്പിൻ്റെ സേവനത്തിൽ ഉൾപ്പെടുന്ന വ്യത്യസ്ത വിഭാഗങ്ങൾക്കായിട്ട് ബാരിയർ ഫ്രീ, അതുപോലെ ഹ്രസ്വകാല താമസ സൗകര്യം, ഹെൽപ്പ് ഡെസ്ക്, റിസോഴ്സ് സെൻ്ററുകൾ ഒക്കെ ഉൾപ്പെടുന്ന സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് സഹായകരമായ സാമൂഹ്യനീതി ഭവൻ തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ റിട്ടയർമെൻറ്റ് ഹോംസ്, പെയ്ഡ് റിട്ടയർമെൻറ്റ് ഹോംസ് ആരംഭിക്കുന്ന പദ്ധതി ഈ വർഷം നടപ്പാക്കും. സാമൂഹ്യനീതി വകുപ്പ് മുഖാന്തരം നടപ്പാക്കുന്ന പദ്ധതികളുടെ സോഷ്യൽ ഓഡിറ്റും ഈ വർഷം നടപ്പാക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സർവതല സ്പർശിയായ വിധത്തിൽ തന്നെയാണ് സാമൂഹ്യനീതി വകുപ്പ് ഈ പ്രാന്തവൽകൃത വിഭാഗങ്ങളുടെ സമ്പൂർണമായ പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നത്. അതിനാവശ്യമായ പണം
സമയബന്ധിതമായി ലഭിക്കുക എന്നുള്ളത് സുപ്രധാനമായ കാര്യമായി തന്നെ സർക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകൾക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ സഭയിൽ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നമ്മുടെ ലീഗിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഞങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കിവിടെ ഇരുന്ന് ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ മാത്യു കുഴൽനാടൻ പറഞ്ഞ ഒരു വാക്ക് ആനുഷംഗികമായിട്ട് പറഞ്ഞതാണെങ്കിലും സുപ്രധാനമായ ഒരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റുകാരില്ലെങ്കിൽ BJP വളരും എന്ന് അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി. സത്യമാണത്. വർഗീയവാദികളുടെ കൊലക്കത്തി കഴുത്തിനു പിറകിൽ തിളങ്ങുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അതിനെതിരെ ഞങ്ങളെടുക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കാരണമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ള പേരും വെച്ച് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. അത് മറക്കണ്ട എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പണ്ട് നമ്മുടെ ബനാത്ത് വാല, അതുപോലെ ബഹുമാന്യനായിട്ടുള്ള ഇബ്രാഹിം സുലൈമാൻ സെറ്റ്, ബനാത്ത് വാലയെ പോലുള്ള നേതാക്കളൊക്കെ പെട്ടിയും പിടിച്ച് കേരളത്തിലാണല്ലോ വന്നത്. കേരളത്തിന്റെ അപ്പുറത്തേക്ക് മുസ്ലിം ലീഗും എപ്പോഴാണ് വളർന്നിട്ടുള്ളത് എന്നൊന്നും ആലോചിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ധനാഭ്യർത്ഥനയ്ക്കുള്ള പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്.